ഇപ്പോൾ ശേഖർ കുര്യാക്കോസ് ചേരുന്നു. ദുരന്ത നിവാരണ അതോറിറ്റി സെക്രട്ടറിയാണ്. ശ്രീ ശേഖർ, ഇപ്പം 4 ദിവസമായിരിക്കുന്നു ഈ മണ്ണിടിച്ചിലുണ്ടായിട്ട്. ഇപ്പോഴും അർജുൻ അതിനകത്ത് കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള വിവരങ്ങളൊക്കെയാണ്. കാരണം ഈ GPS വഴിയാണ് കുടുംബം നോക്കിയപ്പോഴാണ് അവിടെ ഉണ്ട് എന്നുള്ള വിവരം ലഭിക്കുന്നത്. മറ്റ് തെരച്ചിലുകളിലേക്കൊന്നും അവിടെ കടന്നിട്ടുമില്ല. ഇത്രയധികം ദിവസമാകുന്നു, തുടരെ മഴ പെയ്യുന്ന ഒരു സാഹചര്യവുമുണ്ട്. നിലവിൽ താങ്കൾ മനസ്സിലാക്കിയിടത്തോളം എത്രത്തോളം ദുഷ്കരമാണ് അവിടുത്തെ രക്ഷാപ്രവർത്തനം? രക്ഷാപ്രവർത്തനം നിങ്ങളെല്ലാവരും സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ തന്നെ വളരെ ദുഷ്കരമാണ് എന്നാണ് ഫീൽഡിൽ നിന്നും റിപ്പോർട്ടുള്ളത്. NDRF ഇപ്പോൾ അവിടെ സ്ക്യൂബ ടീം കാണിച്ചു കൊടുത്ത സ്ഥലങ്ങളിൽ, NDRFന്റെ സ്ക്യൂബ ടീം കാണിച്ചു കൊടുത്ത സ്ഥലങ്ങളിൽ നേവിയും ഒക്കെ മുങ്ങിത്തപ്പൽ നടത്തി. അവിടെയൊന്നും വാഹനം കണ്ടെത്തിയിട്ടില്ല വെള്ളത്തിൽ. അപ്പോൾ കരയിലെ തന്നെ ഈ മണ്ണിടിച്ചിലിനുള്ളിൽ പെട്ടിരിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. പക്ഷേ ആ ഭാഗങ്ങളിലേക്ക് ആരും അവർക്ക് പറ്റുന്നില്ല. 2 വശത്തു നിന്നും ഈ മണ്ണ് മാറ്റുന്ന പ്രവൃത്തി ചെയ്യരുത് എന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥലം സന്ദർശിച്ച് അവരോട് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ മാറ്റാൻ ശ്രമിച്ചാൽ കൂടുതൽ മണ്ണ് മുകളിൽ നിന്ന് ഇടിഞ്ഞു വരും. അതുകൊണ്ട് പതുക്കെ അതുകൊണ്ടാണോ ഈ മതിലുമായി ചേർന്ന് കിടക്കുന്ന മണ്ണ് മാറ്റാത്തത്? ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും അല്ലേ? അതെ, ആ മലയോട് ചേർന്നുള്ള ഭാഗത്തെ മണ്ണ് മാറ്റാൻ ശ്രമിച്ചാൽ കൂടുതൽ മല ഇടിയും. അപ്പോ അത് കൂടാതെ റോഡ് തന്നെ 2 വശത്തു നിന്നും ഏതാണ്ട് ഒരു 100-200-300 മീറ്ററോളം ഈ മണ്ണ് വീണ് കിടപ്പുണ്ട്. അപ്പോ അതിന്റെ 2 വശത്തു നിന്നും മാറ്റാനും ശ്രമിക്കരുത്. ഒരു സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് റോഡ് ക്ലിയർ ചെയ്തെടുക്കൂ. എന്നിട്ട് അവിടെ നിന്ന് മലയുടെ സൈഡിലേക്ക് തെരച്ചിൽ നടത്തൂ എന്നാണ് ESI അവരോട് ഉപദേശിച്ചിട്ടുള്ളതായിട്ട് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അത് എത്രത്തോളം ഡേഞ്ചറസ് ആണ് ശ്രീ ശേഖർ? കാരണം ഈ പറയുന്നത് പോലെ മലയുടെ അടുത്തേക്ക് എത്തുമ്പോൾ ഇപ്പോഴും മഴയാണ് എന്നാണ് അറിയുന്നത്. കുതിർന്നു കിടക്കുകയായിരിക്കും, ഇനിയും വീഴാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പം എന്താണ് ഇതിൽ ഇനി ഒരു പോംവഴി എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ഈ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യ സാധ്യമായ കാര്യങ്ങളൊക്കെ അവരവിടെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ മനുഷ്യന്റെ സ്കില്ലും ലേബറും മാത്രമാണ് ഇതിൽ നമ്മൾക്ക് എന്തെങ്കിലും മറുപടി തരിക. അപ്പോ എന്തെങ്കിലും ആധുനിക റോബോട്ടിക് യന്ത്രങ്ങളൊന്നും അവിടെ പ്രവർത്തിക്കില്ല. അവിടെ മനുഷ്യന്റെ എൻഡ്യൂറൻസ്, മനുഷ്യന്റെ ലക്ഷ്യബോധം, അതിനുവേണ്ടി നിർത്താതെ പരിശ്രമിക്കുക. ആ പരിശ്രമം മാത്രമേ നമ്മളുടെ മുന്നിലുള്ളൂ. ആ പരിശ്രമം അവരവിടെ നടത്തുന്നുണ്ട്. NDRFന്റെ തന്നെ പല സംഘങ്ങൾ നടത്തുന്നുണ്ട്. അവിടുത്തെ സംസ്ഥാന ഫയർഫോഴ്സ് ഉണ്ട്. അവിടെ ലഭ്യമായ സാധന സാമഗ്രികളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഈ സ്ഥലം വളരെ ദുർഘടം പിടിച്ചൊരു സ്ഥലമാണ്, പ്രത്യേകിച്ചും ഈ മണ്ണിടിച്ചിൽ കഴിഞ്ഞതോടുകൂടി. അപ്പൊ അത്തരം ഒരു സ്ഥലത്ത് മഴയുടെ ആധിക്യവും കൂടി ഉള്ളത് കൊണ്ട് അവർക്ക് ഇടപെട്ട് പ്രവർത്തിക്കാൻ ഒരുപാട് തടസ്സങ്ങളുണ്ട്. ഇന്നും നാളെയും ഒക്കെ മഴ കൂടുകയാണ്. ഇപ്പോൾ തന്നെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, വടക്കൻ കേരളം മുതൽ ഗുജറാത്ത് വരെയുള്ളൊരു ന്യൂനമർദ്ദ പാത്തിയുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദമുണ്ട്. ഇതെല്ലാം കാരണമുള്ള മഴ കേരളത്തിന്റെ വടക്കൻ ജില്ലകളെ പോലും എന്തുമാത്രം ബുദ്ധിമുട്ടിക്കുന്നു എന്ന് നമ്മൾ കാണുന്നതാണ്. അപ്പൊ അതിന്റെ തീവ്രത അതിനേക്കാൾ കൂടുതൽ അനുഭവപ്പെടുന്ന ഒരു പ്രദേശമാണ് ഈ കാർവാർ പ്രദേശം. അപ്പോ ഇതെല്ലാം മുന്നിലുള്ളപ്പോഴാണ് അവർ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ നമ്മൾക്ക്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, മനുഷ്യന്റെ അധ്വാനം, മനുഷ്യന്റെ സ്കിൽ, മനുഷ്യന്റെ എൻഡ്യൂറൻസ്, ഈ 3 കാര്യങ്ങളാണ് ഇവിടെ വിജയത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുക. ഇത് പൊതുവെ ഒരു വിലയിരുത്തൽ ഒരു മാൻമെയ്ഡ് ഡിസാസ്റ്റർ എന്നുള്ള തരത്തിൽ അവിടുത്തെ ലാൻഡ് റവന്യൂ മിനിസ്റ്റർ വരെ അത്തരത്തിലാണ് നേരത്തെ പറഞ്ഞിരുന്നത്. കാരണം ദേശീയപാത നിർമ്മിച്ചതിലെ അപാകത, ഈ തരത്തിൽ ആ മല കുന്നിടിച്ചിട്ട് പണിതതിലെ അപാകത, ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതൊക്കെ വലിയൊരു കാരണമായിട്ടുണ്ട് ഈ ദുരന്തത്തിന്, അല്ലേ? അതെ, ആ വിഷയം രാവിലെ മറ്റൊരു ചാനലിൽ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. ഈ വഴിയിലൂടെ ഞാൻ മെയ് മാസത്തിൽ സഞ്ചരിച്ചതാണ്. ഏതൊരു സാമാന്യം ബോധ്യമുള്ള വിദ്യാഭ്യാസമുള്ള ആൾക്കും അതിന് വലിയ സാങ്കേതിക വൈദഗ്ധ്യമൊന്നും ആവശ്യമില്ല, ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് ആ കുന്നിനെ അശാസ്ത്രീയമായിട്ടാണ് ഇടിച്ചിട്ടുള്ളത്. അവിടെ മാത്രമല്ല, ആ സ്ട്രെച്ചിലെ ഒരുപാട് പ്രദേശങ്ങൾ ഇതുപോലെ തന്നെയാണ് വെട്ടിച്ചെത്തി വെച്ചിട്ടുള്ളത്. ഇത് ദേശീയപാത അതോറിറ്റി എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യയുള്ള ഒരു അതോറിറ്റിയാണ്. ഇന്ത്യയിലെ ദേശീയപാത അതോറിറ്റി മാത്രം റോഡുകൾ പണിയുന്നു. അപ്പോ നമ്മൾ
ഒക്കെ ശരിക്കും അവര് ഈ ചട്ടങ്ങളും ചിട്ടകളും കുന്നിടിക്കാത്ത രീതിയിലുള്ള സ്റ്റെപ്പ് കട്ടിങ്ങും ടെറസിങ്ങും ഒക്കെ പ്രാക്ടീസ് ചെയ്ത് സോയിൽ നെയിൽ ചെയ്യേണ്ടടുത്ത് നെയിൽ ചെയ്ത് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കേണ്ടടുത്ത് അത് കൊടുത്ത് ഒക്കെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നവരാണ്. ആ പ്രതീക്ഷയാണ് നമ്മൾക്ക് എപ്പോഴും ഉള്ളത്. അപ്പൊ ആ കാര്യത്തിൽ കുറവുകൾ ഉണ്ടാകുമ്പോൾ ന്യായമായും സർക്കാരുകൾ ഇതിനോട് പ്രതികരിക്കും. അതായിരിക്കും അവിടുത്തെ ബഹുമാനപ്പെട്ട മന്ത്രിയും അതിനോട് ആ രീതിയിൽ പ്രതികരിച്ചു. ശരി, വളരെ നന്ദി ശ്രീ ശേഖർ കുര്യാക്കോസ് പ്രതികരിച്ചതിന്.